ഓച്ചിറ പായിക്കുഴി തണ്ടാശ്ശേരിൽ കളരിയിൽ നിന്നും ഇത്തവണയും പോരാളികൾ ഓച്ചിറ പടനിലത്തെത്തും. 40ഓളം പേരാണ് കളരിയിൽ ഓച്ചിറക്കളി അഭ്യസിക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ അപ്പുണ്ണിയാശാൻ്റെ കണ്ടാശ്ശേരി കളരിയിൽ പഠിക്കുന്നുണ്ട്. എല്ലാ അടവുകളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓച്ചിറ പായിക്കുഴി തണ്ടാശ്ശേരിൽ കളരിയിൽ നിന്നും ഇത്തവണ 40ലധികം അഭ്യാസികളാണ് ഓച്ചിറ പടനിലത്ത് എത്തുക. ഓച്ചിറ കളിയിൽ പങ്കെടുക്കാനുള്ള ഇവരുടെ അഭ്യാസങ്ങൾ പൂർത്തീകരിച്ചു. അപ്പുണ്ണിയാശാൻ, ശ്യാമാശാൻ, ഷാജിയാശാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കളരിയുടെ പ്രവർത്തനം. 45 ദിവസത്തെ വൃതാനുഷ്ഠാനങ്ങളോടുകൂടി ഏകദേശം 40ൽ പരം ചെറിയ 3 വയസ്സ് തൊട്ട് ഏറ്റവും സീനിയറായിട്ടുള്ള ഷാജിയണ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് 30-35 വർഷത്തിന് മുമ്പ് ഞങ്ങൾ വിജയൻ എന്ന് പറയുന്ന ആശാൻ്റെ കീഴിൽ അഭ്യാസം നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് ഏകദേശം 15 വർഷം കൊണ്ട് തണ്ടാശ്ശേരി കളരിയായിട്ട് രൂപീകരിച്ച് 40ൽ പരം പിള്ളേരുമായിട്ട് കളി സംഘങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുത് തൊട്ട് വലുത് വരെയുള്ള ഏകദേശം 40ൽ പരം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ വർഷവും 10-15 പരം കുട്ടികൾ നമുക്ക് കളിയെ അഭ്യസിക്കാനും എല്ലാമായിട്ട് നമ്മുടെ കളരിയിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്. ഞങ്ങൾ ചിട്ടയായിട്ടുള്ള അഭ്യാസമുറകളും പഠിപ്പിക്കുന്നതുകൊണ്ടും ബിനുആശാൻ, അപ്പുണ്ണിയാശാൻ, രവിയാശാൻ, ഷാജിയാശാൻ ഇവരുടെ കീഴിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കളരിയിൽ ഇത്രയും കുട്ടികൾ വരുന്നതും. കഴിഞ്ഞ 15 വർഷമായി കളരി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഞങ്ങളിവിടെ വർഷങ്ങളോടുകൂടും ഓച്ചിറക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 10-12 ആശാന്മാരുണ്ട്. ആശാൻ്റെ കീഴിൽ 10-45 പിള്ളേരുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഓച്ചിറ 1-2 പടിഞ്ഞാറേക്കര, കിഴക്കേക്കര കര തിരിച്ച് ഞങ്ങൾ കര പറഞ്ഞ് കണ്ടത്തിലിറങ്ങി പടവെട്ടി കളിച്ചു. ഘോഷയാത്രയോടുകൂടി അമ്പലത്തിൽ കണ്ടത്തിലിറങ്ങി കളിച്ചു. താടിക്കണ്ടത്തിലിറങ്ങി കളിക്കുക. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊത്തിത്തൊഴുത് കര പറഞ്ഞ് ഞങ്ങൾ കയറും. പിന്നെ കളരി പൂജ, നാളെ കളരി പൂജയാണ്. പെൺവിറ്റ് നമ്മളൊന്നും പറഞ്ഞല്ല, കളിക്കുന്നത് നമ്മുടെ നേർച്ച. പിള്ളേർക്കും ഞങ്ങൾക്കെല്ലാം നേർച്ചയാണ്, വഴിപാടായിട്ടാണ് ഈ കളിക്കുന്നത് ഓച്ചിറ പോയിട്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.